ഇറിഗേഷൻ ടൂറിസം നയം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനാർഹവും നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടുമാകും. ഈ രംഗത്ത് സാധ്യതയുള്ള എല്ലായിടത്തും സ്വകാര്യ സംരംഭകരെ കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ട് PPP മോഡലിൽ ബൃഹത്തായ രൂപത്തിൽ സംസ്ഥാനത്ത് ഇറിഗേഷൻ ടൂറിസം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഇറിഗേഷൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള PPP മോഡലിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് തടസ്സമില്ല. അത് ഇറിഗേഷൻ വക സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളെയും പ്രയോജനപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ നിലയിൽ പരിശോധന നടത്തി ഏത് പ്രോജക്റ്റാണ് അവിടെ എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം അത് PPP മോഡലിൽ നടത്തുന്നതിനുള്ള യാതൊരു തടസ്സവുമില്ല. അങ്ങനെ തന്നെ നടത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഡാമുകളോടനുബന്ധിച്ച് നമ്മുടെ മലങ്കരയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഉദ്യാനങ്ങൾ എല്ലായിടത്തും സ്ഥാപിക്കാനായിട്ടും അവിടെ ലൈറ്റ് ഷോ അടക്കം സഞ്ചാരികളെ ആകർഷിക്കത്തക്ക നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാ ഡാമുകളോടും അനുബന്ധിച്ച് ഇറിഗേഷൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും ഉദ്യാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? നിലവിൽ ഇറിഗേഷൻ വക ഡാം, റിസർവയർ, ബാരേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ടൂറിസം സംബന്ധമായിട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടില്ല. കൂത്താൻകെട്ടും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴയും ഇപ്പം ഡാമിനോടനുബന്ധമായിട്ടാണ് നിലവിൽ എടുത്തിട്ടുള്ള പദ്ധതികളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന ഏതെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതായത് MLA മാർ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഈ വ്യാപകമായി ഇറിഗേഷൻ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ വിവിധ തലങ്ങളിൽ ചെറുതും വലുതുമായി നടപ്പിലാക്കി പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്.